എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഞാനങ്ങ് സ്റ്റക്കായി പോകുന്നതാണെന്നില്ല നിങ്ങളുടെ ഇടയ്ക്ക്. അതൊന്നുമല്ല ഗൈസ്, അത് ഇവിടെ ഓരോ വണ്ടികൾ കാണുമ്പോൾ ഞാനങ്ങ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ദുബായ് മാളിൽ എടുത്താന്നുള്ളത് കുറച്ച് നടക്കാനുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ചെറിയൊരു ഷോപ്പിങ്ങിന് പോവുകയാണ്. ഓക്കെ, അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ബുർജ് ഖലീഫയിലേക്ക് നടക്കുകയാണ്. ദുബായ് മാളിൽ പോയിട്ട് കുറച്ച് പർച്ചേസ് ഉണ്ട്, അതൊക്കെ ചെയ്യണം. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളി ഏരിയയാണ്, ഒരു രക്ഷയില്ല. എന്താ പറയുക, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എൻ്റെ ബാക്ക് സൈഡിലെ ലൈറ്റ് ഫുള്ള് വലിയ വലിയ ബിൽഡിങ്ങാണ്. ഇവിടെയൊക്കെ ജീവിക്കാൻ ശരിക്കും ഒരു ഭാഗ്യം തന്നെ വേണം ഗൈസ്. നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കെല്ലാം നേടിയെടുക്കാം 100%. നോക്കിയാൽ നിങ്ങൾ ഈ സ്ഥലമല്ലോ ഒരു രക്ഷയില്ല ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 100% ഇതൊക്കെ നേടിയെടുക്കാനാവും ഷുവറായിട്ട്. നമ്മളെപ്പോലെ തന്നെ പല ആൾക്കാരും ദുബൈയിൽ വന്നിട്ട് ബിസിനസ്സൊക്കെ ചെയ്തിട്ട് ഫ്ലോപ്പായി പോകുന്നുണ്ട്. അപ്പോൾ അവരെ 100% കൊടുത്തിട്ടുണ്ടാവില്ല, അതായിരിക്കാം അതിൻ്റെ കാരണം. അപ്പോൾ നമ്മൾ 100% നമ്മളെ ഡെഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളെ ഗോൾസിൽ ഡ്രീംസിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ 100% ഇതൊക്കെ നേടിയെടുക്കാൻ പറ്റും. പറ്റാത്തതായിട്ടൊന്നുമില്ല ഗൈസ്. വേണ്ട, ഇതാണ് ബുർജ് ഖലീഫേൻ്റെ ഓപ്പോസിറ്റുള്ള അഡ്രസ് ടവർ. ഒരു രക്ഷയില്ല, അമേസിങ് ആണ് കേട്ടോ. എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഞാനങ്ങ് സ്റ്റക്കായി പോകുന്നതാണെന്നില്ല നിങ്ങളുടെ ഇടയ്ക്ക്. അതൊന്നുമല്ല ഗൈസ്, അത് ഇവിടെ ഓരോ വണ്ടികൾ കാണുമ്പോൾ ഞാനങ്ങ് നിന്ന് പോകും. പിന്നെ ഒന്നും എനിക്ക് സംസാരിക്കാനാവില്ല, അതാണ് കേട്ടോ. വണ്ടികളോട് എനിക്ക് ഭയങ്കര താല്പര്യമാണ്. പെണ്ണിന് പകരം വണ്ടിയെ സ്നേഹിച്ചവൻ, അങ്ങനെയും പറയാം. നിങ്ങൾ പല സ്ഥലത്തുള്ള ആൾക്കാരായിരിക്കും, പക്ഷേ ദുബൈയിൽ വൺ ടൈം വന്നിട്ട് ഇതേപോലെ ഈ ഡൗൺ ടൗൺ ഏരിയ കൂടി ജസ്റ്റ് ഒന്ന് ഇതേപോലെ വാക്ക് ചെയ്താൽ മതി. ഇപ്പോൾ തിരിവുങ്ങൾക്ക് എന്താണ് ഇവിടുത്തെ വണ്ടീൻ്റെ കളക്ഷൻസ്. അമേസിങ് ആണ് ഗൈസ്, അമേസിങ്. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഡ്രീം ബോയ് ആണ്. അപ്പോൾ നമ്മൾ ബുർജ് ഖലീഫ എത്തി. ഇവിടുന്ന് ജസ്റ്റ് ഇപ്പം അതിൻ്റെ ഉള്ളിലേക്ക് കയറണം. അപ്പോൾ ഉള്ളിൽ നിന്ന് കാണാം ബാക്കി. തരാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, നമ്മൾ മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നതെന്ന് വിചാരിച്ചു തന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സീരിയസ് ആയിട്ട് പറയാം. ശരിക്കും എനിക്ക് ഈ മോട്ടിവേഷനും കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടമില്ല. പക്ഷെ എന്നാലും നിങ്ങൾക്ക് തരാനുള്ള ഒരു അഡ്വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്തൂല നമ്മൾ 100%. കാരണം ഒരു മനുഷ്യൻ്റെ കഴിവ് എന്ന് പറഞ്ഞാൽ വലുതാണ്, പല കഴിവുണ്ടാവും. അപ്പോൾ അയാൾക്ക് തോന്നുന്നൊരു ഐഡിയ അയാളത് ചെയ്യാൻ നോക്കുന്ന ടൈമിന് നമ്മളെ കുടുംബക്കാർ അല്ലെങ്കിൽ ഫ്രണ്ട്സ് സർക്കിള് അവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അത് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഇതേപോലെ എവിടെയെല്ലാം വന്നിട്ട് ഉള്ളൊരു ഒരു 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 എൻജോയ് ചെയ്യാനുള്ളൊരു ഇത് എല്ലാവർക്കും ഉണ്ടാട്ടെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അപ്പോൾ നടന്നിട്ട് എത്തുന്നില്ല ഗൈസ്, കുറേ ഉണ്ട് കേട്ടോ. നമ്മൾ ശരിക്കും അതാണ് മെട്രോൻ്റെ പാലം. അതായത് മെട്രോന്ന് ഇറങ്ങിയിട്ട് നേരെ അത് ബുർജ് ഖലീഫേൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. സോറി, ദുബായ് മാളിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ നമ്മൾ മെട്രോൻ്റെ അടിയിലാണ് നമ്മൾ വണ്ടി വെച്ചത്. അവിടെ നിന്ന് വണ്ടി വെച്ച് കുറേ നടക്കാനുണ്ട്. കുറേ മീൻസ് ഇല്ല, എന്താണ് ബുർജ് ഖലീഫേൻ്റെ അടിയിൽ വണ്ടി വെക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറച്ച് ടിക്കറ്റ് കൂടുതലാണ്. അതായത് ഉള്ളിൽ പാർക്ക് ചെയ്യാൻ ഒരു മണിക്കൂറിന് 100 ദിർഹംസ് അങ്ങനെ എന്തോ തോന്നുന്നു.
വെറുതെ ഒരു മണിക്കൂറല്ല, ഞാൻ ഇപ്പോൾ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കുറേ ടൈം ഉണ്ടാവും, ഒരു 4-5 മണിക്കൂർ എന്തായാലും ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അവിടെ വെച്ച് അവിടെ കുറച്ച് ചാർജ് കുറവാണ്, അതവിടെ വെച്ച്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് അവിടെ ഇങ്ങോട്ട് നടന്നു വരുന്നുണ്ട്, എത്തിയില്ല. അങ്ങനെയെല്ലാമുള്ള ഗൈസ്. അടുത്ത നമുക്ക് നടക്കെന്തായാലും നോക്കട്ടെ എവിടെ എത്തുന്നു. ഗൈസ് നമ്മളങ്ങനെ അൽബേക്കിലേക്ക് പോന്ന അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാം. ഗൈസ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഇത്രയും നേരം അവിടെ ക്യൂ നിന്നത്. സാധനം അവിടെ ഇപ്രാവശ്യം ഞാൻ KFC വിട്ടിട്ട് അൽബേക്കില്ല, അൽബേക്കിനുള്ള കുറച്ച് ഫ്രൈഡ് ചിക്കൻസ് അങ്ങനത്തെ വാങ്ങി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇരിക്കേണ്ട ഒരു പ്ലേസാണ് ഇത്. ഗൈസ് ഇതാണ് നൈക്കിൻ്റെ ഷൂ എയർ, ജസ്റ്റ് 709 ഒറിജിനലാണ് ബ്രാൻഡ്. ദിസ് വൺ ഐ ലൈക്ക്, നൈസ് ഒറിജിനൽ നൈക്ക്. ഗൈസ് ഞാനങ്ങനെ ഷൂ എടുത്ത് അപ്പോൾ നമ്മൾ ബില്ല് ചെയ്യട്ടെ. നമ്മൾ പർച്ചേസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ്, ഞാനിപ്പോൾ എല്ലാം കഴിഞ്ഞ്. അപ്പോൾ ഗൈസ് നമ്മൾ പർച്ചേസ് എല്ലാം കഴിഞ്ഞ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്കെല്ലാം ചെയ്യാം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും. ഓക്കെ, അപ്പോൾ സീ ബൈ ബൈ. അടുത്ത വീഡിയോയ്ക്ക് അടുത്ത് തന്നെ കാണാം. ഓക്കെ ബൈ.